യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ സുഖായിരുന്നു. മഹേഷ് ശർമ്മ. ഞാൻ നരസിംഹൻ. ഇതെന്റെ ഭാര്യ രാജലക്ഷ്മി. ഓ, ഇത് മൂത്ത മകൻ സൂര്യസിംഹൻ. അത് രണ്ടാമത്തെ മകൻ ചന്ദ്രസിംഹൻ. ഇളയത് മോള, പൂനെയിൽ പഠിക്കും. അല്ല, ഈ നാട്ടില് സ്കൂളൊന്നുമില്ലേ? ഈ പാവങ്ങളുടെ പേരിലാണോ 100-ലേറെ ക്രിമിനൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞത്? മീശയും താടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. കണ്ടറിഞ്ഞൂടെ മരമണ്ടന്മാരാണെന്ന്. എന്താ പറഞ്ഞേ? ഒന്നുമില്ല എന്റെ സാറേ, നിങ്ങളൊക്കെ ഭയങ്കര ഗുണ്ടകളാണ്. ഇപ്പൊ ഇറങ്ങിയ ഉടനെ വെട്ടിക്കളയും കുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇയാള് വെറുതെ പേടിപ്പിച്ചിരുന്നു. മുത്തു, നോക്കി കണ്ടൊക്കെ ചെയ്തൂടെ? അന്നപൂർണേശ്വരി തൊഴുത് അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഇവിടെ നേർച്ചയിടേണ്ടി വരുമോ? അങ്ങോട്ട് ഇതെന്താ വീടിനകത്ത് പശുത്തൊഴുത്ത്? ഗോക്കൾ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. ഓ, ഗോപരിചരണം ഇവിടുത്തെ ആചാരമാണ്. ഓ, പക്ഷെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എവര് തുണി കൊടുക്കും, കന്നുകാലികൾ തുണി കൊടുക്കൂല. Sir, when can we see the documents? ഹലോ, എന്തോന്ന് എവരോടൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ABCD അറിഞ്ഞുകൂടാത്ത ടീമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അതായത് ബോംബെയിലൊക്കെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ഗുണ്ടകളുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ സാധാരണ 5% കമ്മീഷനാണ് കൊടുക്കാറ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം മര്യാദയ്ക്ക് സഹകരിച്ച 10% കമ്മീഷൻ തരും. എന്തു പറയുന്നു? ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാവാം ബിസിനസ്. ഇവിടെ നോണൊന്നും ഇല്ലേ? ഞങ്ങള് വെജിറ്റേറിയൻ ഫാമിലിയാ. എന്തോന്ന് വെജിറ്റേറിയൻ? ഒരു പശുവിനെ തലക്കടിച്ചൊന്ന് കറി വെച്ചൂടെ? ഇതെന്തോന്ന്? ചീര ചട്നിയാ. കളർ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് ചാണകമാണെന്ന്. അയ്യോ, ഹലോ, കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചേ. ആ, അതെ അതെ. എടാ, ഡീലൊക്കെ കഴിഞ്ഞു. ഇറ്റ്സ് സിമ്പിൾ. ഞാൻ വരുന്നു, കാര്യങ്ങൾ ഓക്കെ ആക്കുന്നു. ഇനി ടൗല് പ്രത്യേകം ആ അതൊന്നും ഒരു കുഴപ്പമില്ലടാ. ആ ആ, ഓക്കെ ഓക്കെ. വയസ്സാം കാലത്ത് അങ്ങനെ ഒറ്റയ്ക്കങ്ങ് സൂയിക്കാണ് കള്ളേ. കല്യാണമൊന്നും കഴിക്കണില്ലേ? ഇല്ല, അകത്തെ സെറ്റപ്പ് പോലെ വേറെ വല്ലതൊക്കെ ഉണ്ടോ? കൊച്ചു കള്ള ഒന്ന് വിടാതെ നടക്കണേ. സൽക്കാരത്തിൽ ഞങ്ങൾ അതിഥി ദേവോ ഭവ എന്ന മര്യാദ പാലിക്കുന്നവര്. പക്ഷേ എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്. അകത്തിട്ട് കൊല്ലേണ്ടതായിരുന്നു. അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടേത്. അവിടെ രക്തം വീണ അന്നപൂർണേശ്വരി രുദ്രകാളിയായി പാവം മാറും. അതുകൊണ്ട്
ചന്ദ്രസിംഹ, ഞങ്ങളിവിടെ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടൂടെ നിനക്ക്? അവനെ തൂക്കിയെടുത്ത് അപ്പുറത്തെ ബലിക്കല്ലി കിടത്തി വെട്ടി നുറുക്ക്. What the... പോകുന്ന വഴിക്ക് നല്ലൊരു ഹോട്ടലില്ലാത്തതുകൊണ്ട് അൽവയും തൈര് സാധവും വെച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വണ്ടി കയറിയട്ടെ. ഈ മണ്ണിൽ 10 അടി കുഴിച്ച ഗ്രാനൈറ്റ് ഉണ്ടെന്നറിയാത്ത മണ്ടന്മാരൊന്നുമല്ല ഞങ്ങൾ. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വലിയ വലിയ കമ്പനികൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഈ ഗ്രാമത്തിലെ പാവങ്ങൾക്ക് തൊഴിൽ കിട്ടുമല്ലോ എന്ന് ഓർത്താ ഞാനിതിന് കൂട്ടുനിന്നത്. ചെല്ല്. വടക്കൻ കേരളത്തിലെ അതിർത്തി പ്രദേശത്തെ ഒരു സാങ്കല്പിക ഗ്രാമം. ഒരു ശ്രീരാമക്ഷേത്രത്തിന്റെ പേരിൽ പരസ്പരം പോരടിച്ച 2 അയൽ ഗ്രാമങ്ങളുടെ പ്രതികാരത്തിന്റെ കഥ. മനുഷ്യഹൃദയം കേട്ടു നടും ചരിത്ര കഥ ചൊല്ലാം. ഓം ചാമുണ്ടേശ്വരേ നമഃ. ഓം ചാമുണ്ടേശ്വരേ നമഃ. ഓം ചാമുണ്ടേശ്വരേ നമഃ. മനുഷ്യഹൃദയം കേട്ടു നടും ഹലോ. ചരിത്ര കഥ വീരഭദ്ര, നിന്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും വെട്ടിക്കൊന്ന് ജയിലിൽ പോയ ഇന്ദ്രസിംഹൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ചോരയിൽ മുക്കി രചിച്ച കഥ ചൊല്ലാം. നിങ്ങളിതെങ്ങോട്ടാ? ഇന്ദ്രസിംഹൻ അവൻ ജയിലിൽ നിന്നിറങ്ങി. അവൻ ആയുസ്വാരോഗ്യവും നൽകി രാവണപുരത്തെത്തിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായി ചാമുണ്ടിക്ക് എന്റെ രക്തം കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചത്. അവന്റെ രക്തം പുരണ്ട വാളുമായി ഞാൻ ഉടനെ തിരിച്ചെത്തി. വേണ്ട, നമ്മുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും നിങ്ങൾ പോവരുത്, പോവരുത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ അവനെ മാത്രം ബാക്കി വെച്ചത്. നിന്റെ വീടിന് തീ കൊളുത്തി നിന്റെ ഭാര്യയും കുഞ്ഞിനെ കത്തിച്ച് ചാമ്പലാക്കി അവനെ തീർക്കാൻ നിനക്ക് മാത്രമാണ് അവകാശം. വീരഭദ്രന്റെ തലയർത്തുക. ചെല്ല്. ഒരു സമരമാണിവിടെയാകുന്നു കടലിത കാലാതിയൊരു പടഹമായി നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം, പോകാം. അയ്യോ, ഇല്ല, ആശുപത്രി വരെ ഞാൻ എത്തില്ല. നീ എന്റെ കുഞ്ഞിനെ എന്റെ നേർക്കൊന്ന് തിരിച്ചു പിടി. അവൻ കാണട്ടെ എന്റെ രക്തം, അവൻ കാണട്ടെ എന്റെ മരണം. എങ്കിലേ അച്ഛനെ കൊന്ന പക അവൻ മരിക്കുവോൾ അവന്റെ നെഞ്ചിലുണ്ടാവൂ. ഇല്ല, എന്റെ മോനിത് കാണണ്ട, കാണിക്കില്ല ഞാൻ. ഗ്രാമഭംഗിയതു നോടമാഞ്ഞു ഓണമില്ല വിഷുവേറെയും നാടു രണ്ടും ഇരുലോകം പോലെ. ആ കുടുംബത്തിൽ ഇനി ഒരു ജീവന്റെ തരി പോലും അവശേഷിക്കരുത്. അടരാടിടും പകനീരിടും പല കാലമായി ജനമാകയും കൊലയ്ക്കു കൊലയൊടു മറുപടി പറയണ മനുഷ്യഹൃദയം കേട്ടു നടുങ്ങും ചരിത്ര കഥ ചൊല്ലാം. ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കംസന്റെ കാലനായത്. ആ കഥ ഇനി ആവർത്തിക്കരുത്. ഇനി ഒരിക്കൽ പ്രതികാരത്തിന്റെ കണക്കുമായി വീരഭദ്രന്റെ മകൻ രാവണപുരത്തെത്തരുത്. ഈ ഭൂലോകത്ത് എവിടെ ഉണ്ടെങ്കിലും തീർത്ത് കളഞ്ഞേക്കണം. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പകയും പ്രതികാരവും? ഒരിക്കൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഇവിടുത്തെ 2 അയൽ ഗ്രാമങ്ങളാണ് ഒരു അമ്പലത്തിന്റെ അവകാശം പറഞ്ഞ് ശത്രുക്കളായത്. വെട്ടിയും കുത്തിയും കൊന്നും 2 കുടുംബങ്ങളും നശിച്ചു. ഇനി വേണ്ട. മോനെ നരസിംഹ, അന്നപൂർണേശ്വരി കുടികൊള്ളുന്ന തറവാടായത്. ഈ തറവാടിനുള്ളിൽ മനുഷ്യരക്തം വീണാൽ ഭഗവതി രുദ്രകാളിയായി മാറും, കുലം മുടിക്കും. അത് മറക്കണ്ട. സൂര്യസിംഹ, ചന്ദ്രസിംഹ, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നിങ്ങളുടെ ഇളയച്ചനെ കൊന്ന വീരഭദ്രന്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നു കളഞ്ഞേക്കണം. സത്യം ചെയ്യും.
ആ